ഹായ് ഡിയേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ട വിജയജാലകത്തിൻ്റെ കുഞ്ഞുങ്ങളോടാണ് നമ്മുടെ റേസ് ചെയ്യേണ്ട ക്ലാസ്സൊക്കെ കേട്ട് USS ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയ മക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ USS ഒക്കെ എളുപ്പമായി നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ പുതുതായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഹൈസ്കൂളിലേക്ക് പോവാണ്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഫസൽ സാർ ഫ്രം റേസ് ചെയ്യൻ. ഓക്കെ, അപ്പോൾ എനിവേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടി ഉണ്ടാവരുത്. മാത്രമല്ല ഇനി മുതൽ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ വേണമല്ലോ, അതിൻ്റെ എല്ലാ ഹെൽപ്പും വേണ്ടേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ലിങ്കിൽ നേരെ കയറി കഴിഞ്ഞാൽ നമ്മുടെ റേസിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ ചാനലിലേക്ക് നിങ്ങളെത്തും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഓക്കെ, ചെയ്യിക്കണം, മറക്കരുത്. അതിനൊരു മടി ഉണ്ടാവരുത്. കാരണം ഇനിയും നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാം. നിങ്ങൾ നമ്മുടെ തമ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടായിരിക്കും, സാർ എന്താണ് 8ൻ്റെ പണിയെന്ന്. സത്യം പറഞ്ഞാൽ 8ൻ്റെ പണിയെന്ന് ഞാൻ പറയില്ല, ഒരു 16ൻ്റെ പണിയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു പണിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ റീസൺ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞുതരാം. അതായത് ന്യൂ പാഠപുസ്തകം, പുതിയ ബുക്കാണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വന്നിരുന്നു, അതേപോലെ 8ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തുന്ന സമയത്തും പുതിയ ബുക്ക് വന്നു, പുതിയ പുസ്തകം. അതൊരു പ്രശ്നം തന്നെയാണ്. ഒന്ന്, 7ാം ക്ലാസ്സിൽ നിങ്ങൾക്കുണ്ടായ അതേ പ്രശ്നം അതിനേക്കാളും കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്ത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരും. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമാണ് കുറച്ചും കൂടെ കടുകട്ടിയായിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇനി 9ാം ക്ലാസ്സിലേക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഈ വർഷം മുതൽ ഒരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും 8ാം ക്ലാസ് പഠിക്കുന്നവരോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ മിനിമം മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് സാറേ ഈ മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ? അതായത് ഇനി നിങ്ങൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം അല്ല, ഗ്രേഡ് അല്ല, നിങ്ങൾക്ക് മാർക്കാണ് പരീക്ഷയ്ക്ക് കിട്ടുക. മാർക്ക്, ഈ മാർക്ക് ലിസൺ, അത് 40ലാണ് മാർക്ക് ഉണ്ടാവുക. 12 മാർക്ക് നിങ്ങൾ എഴുതി മേടിക്കണം നിർബന്ധമായിട്ട്. 40 മാർക്ക് ഉണ്ടെങ്കിൽ 40 ഔട്ട് ഓഫ് 40 നിങ്ങൾ 12 മാർക്സ്, 12 മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി മേടിക്കണം. ഇത് മിനിമം മാർക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. തോൽക്കുന്ന വെച്ചാൽ 9ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. ഓൾ പാസ് സിസ്റ്റം ഇല്ല, എല്ലാവരും പാസ്സാക്കിയിടുന്ന പരിപാടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി വീണ്ടും ക്ലിയർ ചെയ്യണം. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പരീക്ഷയ്ക്ക് 8ാം ക്ലാസ്സിൽ എഴുതാറുള്ള അതിലും വലിയ നാണക്കേടില്ല. സാറേ 60 മാർക്കിൻ്റെ പരീക്ഷ ഉണ്ടല്ലോ സയൻസ്, അതിന് നിങ്ങൾ 18 മാർക്ക് മിനിമം മേടിക്കണം. 18 മാർക്ക്. ഇനിയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറയാനുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ റിസൾട്ട് വന്നു. 2025 8th സ്റ്റാൻഡേർഡിൻ്റെ റിസൾട്ട് വന്നു. ഈ റിസൾട്ട് വന്ന ദിവസം, റിസൾട്ട് വന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ഏപ്രിൽ 4-ലാണ് മിക്ക സ്കൂളുകളും റിസൾട്ട് വന്നത്. ചിലത് 5ഉം 6 ഒക്കെ ആയിട്ടുണ്ട്. എനിവേ 4-ന് ശേഷം റിസൾട്ടുകൾ വന്ന സമയത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റ സബ്ജക്റ്റ്, അതായത് ഇ ഗ്രേഡ് നേടി തോറ്റ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഫെയിലാന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ? തോറ്റു പോവാന്ന് പച്ച മലയാളത്തിൽ പറയും. അതേതാ സബ്ജക്റ്റ് എന്നറിയോ? സാർ മാത്സ് അല്ലേ? സോഷ്യൽ അല്ലേ സാർ സയൻസ് ആയിരിക്കുമല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇ ഗ്രേഡ് നേടിയ സബ്ജക്റ്റ്, അതായത് ഇ ഗ്രേഡ് നേടിയ സബ്ജക്റ്റ് ഹിന്ദിയാണ്. ഹിന്ദി. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സാർ എത്ര കുട്ടികൾ ഇങ്ങനെ തോറ്റിട്ടുണ്ട്? മൊത്തം ഇ ഗ്രേഡുകളുടെ എണ്ണം, മൊത്തം ഇ ഗ്രേഡ്, എല്ലാ സബ്ജക്റ്റിലും ഇ ഗ്രേഡ് നേടിയ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അങ്ങനെ മൊത്തം ഇ ഗ്രേഡുകളുടെ എണ്ണം എടുത്താൽ 2 ലക്ഷത്തിൻ്റെ മേലെ ഇ ഗ്രേഡ് ഉണ്ട്. 2 lakh, 2 ലക്ഷത്തിലേറെ ഇ ഗ്രേഡ് സബ്ജക്റ്റുകൾ ഇ ഗ്രേഡ് ഉണ്ട്. ഇത് എത്ര കുട്ടികളാണ് മേടിച്ചറിയോ? ചില കുട്ടികൾക്ക് 2ഉം 3ഉം സബ്ജക്റ്റിൽ ഇ ഗ്രേഡ് ഉണ്ട്. അതുകൊണ്ടാണ് 2 ലക്ഷത്തിലേറെ കുട്ടികൾ ഓരോ സബ്ജക്റ്റിലും സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ തോറ്റെന്ന് പറയുന്നത്. എത്ര കുട്ടികളെന്ന് ചോദിച്ചാൽ ഏകദേശ കണക്ക് പ്രകാരം 86,000 കുട്ടികൾ, 86K എന്ന് നിങ്ങളുടെ ഭാഷയെ പറയും, 86,300 സംതിങ് കുട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. തോറ്റുപോയി എന്ന് വെച്ചാൽ അവർക്ക് തുടർ പഠനത്തിന് അർഹതയില്ല. 9ാം ക്ലാസ്സിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യൂല. 8ൽ തോറ്റു. എത്ര കുട്ടികൾ? 86,000 കുട്ടികൾ. ആകെ പരീക്ഷ എഴുതുന്നത് 4 ലക്ഷത്തി സംതിങ് കുട്ടികളാണ്. 4-4.5 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ 86,000 തോറ്റു എന്ന് പറഞ്ഞാൽ ഏകദേശം 21% കുട്ടികൾ തോറ്റു. നിങ്ങളുടെ സ്കൂളിൽ 100 കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 21 പേര് തോറ്റു എന്നർത്ഥം. ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 21 പേര് തോറ്റു പോവുക എന്ന് പറയുമ്പം
എങ്ങനെ തോറ്റു? ഈ മിനിമം മാർക്ക് സിസ്റ്റം വന്നുകൊണ്ട് തോറ്റു. സി മാർക്ക് കൂട്ടാതെ നിങ്ങൾ ഇത്രയും മാർക്ക് എഴുതി മേടിക്കണം എന്നുള്ള നിയമം വന്നു, അതുകൊണ്ട് തോറ്റു. സാർ എങ്ങനെ നമ്മളിപ്പോൾ ഇതൊന്ന് രക്ഷപ്പെടുക? നമുക്ക് പുസ്തകം മാറി, നമ്മളത് ബാധിക്കാൻ പാടില്ല. ഓക്കെ, സമ്മതിച്ചു, പുസ്തകം മാറി നിങ്ങളത് ബാധിക്കാൻ പാടില്ല. സാർ നമുക്ക് ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം കിട്ടണം, പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ലിസൺ, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു, തൊട്ടു താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ നേരെ കയറണം എങ്ങോട്ടേക്ക്? നമ്മുടെ റേസിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ ചാനൽ, റേസിൻ്റെ 8th സ്റ്റാൻഡേർഡിൻ്റെ ചാനലിലേക്ക് നിങ്ങൾ എത്തുക. റേസ് ചെയ്യേണ്ടേ അവിടേക്ക് നിങ്ങൾ നേരെ കൊണ്ടെത്തിക്കും. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവരുത്. സാർ അത് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ മെച്ചമുള്ളത്? ഇതുപോലുള്ള പുതിയ ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടും. ന്യൂസ് മാത്രമാണ് കിട്ടുക, ഈ ന്യൂസ് വാർത്തകൾ മാത്രമാണ് കിട്ടുമോ? അല്ല, ലൈവ് ക്ലാസ്സുകൾ കിട്ടും. ഈ ലൈവ് ക്ലാസ് മാത്രമാണ് കിട്ടുക? അല്ല, ഈ 8ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു ഫൗണ്ടേഷൻ ബേസിക് ക്ലാസ് ഉണ്ട്. ഈ ബേസിക് ആയുള്ള കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ ബേസിക് ക്ലാസ്സുകൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയുള്ള ലിങ്കിലൂടെ കയറി നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. നിർബന്ധമായിട്ട് ചെയ്തേ മതിയോ? ഓക്കെ. മാത്രമല്ല സാർ, ഞങ്ങൾക്ക് അത് മാത്രം പോരാ, ഞങ്ങൾക്ക് റേസിൻ്റെ കൂടെ ചേർന്ന് പഠിക്കണം. നിങ്ങൾ വിജയജാലകത്തിൻ്റെ കൂടെ ചേർന്ന് നമ്മളോട് കൂടെ USS പഠിച്ച ആളുകളാണ് സാർ. അതുപോലെ ഞങ്ങൾക്ക് NMMS ഒക്കെ പഠിക്കണം. അതുപോലെ USS മാത്രം പോരാ, ഞങ്ങൾക്ക് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ റേസിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ നേരെ അങ്ങ് വിളിച്ചേക്കാം. നല്ല വെണ്ടക്ക അക്ഷരത്തിൽ വലുതാക്കി ഞാനിവിടെ എഴുതുന്നുണ്ട്. അതേതാ നമ്പർ എന്ന് ചോദിച്ചാൽ 9207 100 600. ഈ നമ്പറിൽ അങ്ങ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിലേക്ക് നേരെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ ഏട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലും 9ലോ 10ലോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും ഈ നമ്പറിൽ വിളിപ്പിച്ചോ. ആദ്യമേ പറയാണ്, പുസ്തകം മാറിയിട്ടുണ്ട്, സിലബസ് മാറിയിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പഴയതല്ല വരുന്നത്, പുതിയ മോഡലാണ്, തോൽപ്പിക്കുന്നുണ്ട്, തോറ്റു പോകുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞങ്ങളും ഉണ്ട് കൂടെ, നമ്മൾക്കൊപ്പരം. നമ്മൾ പറയില്ലേ, ചുമ്മാ ബടായി വിടാൻ നമ്മളില്ല. അതായത് നമുക്കൊപ്പരം ഇരുന്ന് പഠിച്ചിട്ട് നല്ല മാർക്ക് നേടിയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഒരു പേടിയും വേണ്ട, കട്ടൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാക്കു സാറിന്, ഫസൽ സാറിന് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി കഥകളുമായിട്ട് വീണ്ടും നമ്മൾ കാണും. NMMSൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുമായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് എത്തിക്കാൻ കേട്ടോ. വീണ്ടും കാണാം. താങ്ക് യു, ബൈ, സി യു.